കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ നല്ല സന്ധ്യാകാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളോടൊന്നിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ MT തോമസ് വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ചാനലിലേക്ക് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. യേശുവോടച്ചാ ഓക്കെ. കർത്താവിന്റെ ദാസൻ ഹൈറേഞ്ചിന്റെ പ്രദേശത്ത് കട്ടപ്പന ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്ററായിട്ട് ദീർഘനാളുകളായി കട്ടപ്പന ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഹൈറേഞ്ചിന്റെ മേഖലകളിലെ ഒരു ആദ്യകാല സുവിശേഷ പ്രവർത്തകൻ എന്ന നിലയിൽ കർത്താവിന്റെ ദാസനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നും കുടുംബമായിട്ട് ആ പ്രദേശത്ത് കർത്താവിന്റെ ദാസനെ കർത്താവിന്റെ വേലയിൽ ദൈവം ഉപയോഗിക്കുന്നു. തൻ്റെ ജീവിത അനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ഞങ്ങൾക്ക് ലഭ്യമായത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരിലൂടെ ഞങ്ങൾ കേൾക്കുന്ന അനുഭവങ്ങൾ, ദൈവവചനമൊക്കെ അങ്ങയുടെ നാമമഹത്വത്തിന് കാരണമായി തീരട്ടെ. ഇത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പുതിയ അനുഭവമാക്കി ദൈവം തീർക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഓക്കെ അച്ഛാ, തുടർന്നുള്ള സമയങ്ങൾ അച്ഛനെ ഞാൻ തരികയാണ്. ജീവിതാനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി ഷെയർ ചെയ്യാം. കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ഈ ജോയ്സ് ചാനലിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം നൽകിയ ജോയ്സ് ചാനലിന്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന പാസ്റ്റർക്കും പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം എൻ്റെ സ്നേഹം അറിയിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അത്ഭുതകരമായി എന്നെ നടത്തി അത് സംക്ഷിപ്തമായിട്ട് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജന്മസ്ഥലം കോട്ടയത്തിനടുത്ത് കങ്ങഴ എന്നുള്ള സ്ഥലത്താണ്. അങ്ങനെ കങ്ങഴയിൽ പാർക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കന്മാര് എനിക്ക് ഒരു 6-7 വയസ്സുള്ള സമയത്ത് വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണയിടയായി. ഓർത്തഡോക്സ് സഭയിലായിരുന്നു ഞങ്ങളുടെ ഫാമിലിയൊക്കെ. ആ കാലത്ത് പെന്തക്കോസ്തുകാരോട് ആ ദേശത്തുള്ളവർക്ക് ഒരു താല്പര്യമില്ലാതിരുന്ന ഒരു കാലമാണ്. ഇന്നത്തെ പോലെ പെന്തക്കോസ്തുകാര് കോട്ടയം സൈഡിലും വളരെ കുറവുള്ള ഒരു സമയമായി. ഇന്നത്തെ പോലെയല്ല. കോട്ടയം സൈഡില് ആ ഭാഗങ്ങളിൽ പെന്തക്കോസ്തുകാർ വളരെ കുറവുള്ള ഒരു കാലത്താണ് വിശ്വാസത്തിലേക്ക് വന്നത്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാര് ഇങ്ങനെ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുമ്പോൾ എൻ്റെ മാതാവിനൊരു അസുഖം നേരിട്ടു. അങ്ങനെ ആ രോഗം വളരെ കഠിനമായി തീർന്നു. ഇതുപോലെ ഹോസ്പിറ്റലൊന്നും അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ചെറിയ ഡിസ്പെൻസറി ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ ചികിത്സ ചെയ്തു. അങ്ങനെ യാതൊരു കുറവില്ലാതെ കുറെ നാളുകൾ മുൻപോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു 5 മൈല് തെക്കുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദേവദാസൻ വന്നു. അദ്ദേഹത്തിന്റെ പേര് ഇടപെട്ട കൊച്ചായൻ എന്ന് പറയും. അദ്ദേഹം വന്ന് അവിടെ വന്ന സമയത്ത് പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ പ്രാർത്ഥിച്ച് സൗഖ്യം ഉണ്ടാകുവാൻ തക്കവണ്ണയിടയായി. അങ്ങനെ സൗഖ്യം ഉണ്ടായപ്പോഴേ അദ്ദേഹം പറഞ്ഞു, അത്
ദൈവവചനം കേൾക്കുകയും ആരാധനയിൽ പോവുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാലത്ത് മാതാവും പിതാവും ഒക്കെ കാനം എന്ന സഭയിൽ പോവാൻ തക്കവണ്ണം. അങ്ങനെ ആ സഭയോടുള്ള ബന്ധത്തില് അവിടെ ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും ഒക്കെ ഇടയായി. അത് 1953 53 കഴിഞ്ഞ് 5 വർഷത്തോളം 5-6 വർഷത്തോളം ഞങ്ങള് അവിടെ തന്നെ ആ ദൈവത്തെ ആരാധിച്ചു വരവേ ആ കാലത്ത് പൊതുവെ നമ്മുടെ രാജ്യത്ത് വലിയ പട്ടിണിയുള്ള സമയമാണ്. ഇന്നത്തെ പോലെ ഉള്ള ഒരു അവസ്ഥ ആയിരുന്നില്ല അന്ന്. അന്ന് പട്ടിണി എന്ന് പറഞ്ഞാൽ ഭയങ്കര പട്ടിണിയാണ്. 3 നേരമൊക്കെ ശരിക്ക് കഴിക്കാനുള്ളതായ സൗകര്യങ്ങളൊന്നും സാധാരണക്കാർക്കാർക്കും ഉണ്ടായിരുന്നില്ല. 1-2 സ്ഥലമുണ്ടെങ്കിലും അതിൽ നമ്മുടെ നാടൻ രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിന് വരുമാനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ കാലത്ത് ആ പ്രദേശത്തു നിന്ന് ഈ കോട്ടയം ഭാഗത്തു നിന്ന് ധാരാളം പേര് അത് മലബാറിനും അതുപോലെ ഹൈറേഞ്ചിനും ഒക്കെ പോകാൻ തക്കവണ്ണയായി. അപ്പോഴുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായി. അപ്പോൾ ചരിത്രത്തിൽ ആ കാലത്തിലാണ് മലബാറിലും ഹൈറേഞ്ചിലും ഒക്കെ ആളുകൾ ഇങ്ങനെ ഉപജീവനാർത്ഥം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയായിരുന്നു. നാട്ടില് അല്പം സ്ഥലം 1 ഏക്കറോ 2 ഏക്കറോ സ്ഥലം ഉണ്ടെങ്കിൽ 4-5, 8-10 കുടുംബാംഗങ്ങളുള്ളവർക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിക്കൊണ്ട് ആണ് അങ്ങനെ പോയത്. അങ്ങനെ മലബാറിന് പോയവര് ധാരാളം സ്ഥലങ്ങളൊക്കെ കൈയടക്കി അങ്ങനെ അവിടെ തുടരും. അങ്ങനെ ധാരാളം പേര് മലബാറിൽ നിന്ന് തലമുറകളുണ്ട്. അതുപോലെ ഹൈറേഞ്ചിലും അനേകര് പോയി. ആ കൂട്ടത്തിൽ എൻ്റെ പിതാവും മാതാവും ഒക്കെ ഹൈറേഞ്ചിന് വരുവാൻ തക്കവണ്ണം ഇടയായി. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങൾ അല്പം ബന്ധമുള്ള ഒരാൾക്ക് ഹൈറേഞ്ചിൽ കുറെ സ്ഥലങ്ങളൊക്കെ അന്ന് വെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ രാജാക്കന്മാരുടെ കാലത്ത് 1935 പട്ടയം കൊടുത്ത ഒരു സമയമുണ്ട്. അന്നേരം ഇവര് കുറെ ഭൂമി കൈവശമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവിനോടൊക്കെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വന്ന് കുഴഞ്ഞ നിൽക്കണ്ട, അങ്ങോട്ട് പോകാറ് ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ബന്ധത്തിലാണ് ഹൈറേഞ്ചിൽ വരുവാൻ തക്കവണ്ണം ഇടയായി. ഹൈറേഞ്ച് വന്നപ്പോൾ ദൈവത്തെ ആരാധിച്ച് വന്നതായ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് ഒരു സൗകര്യം ഇല്ലാതെ പോകും. ആരാധനയ്ക്ക് പിതാവും മാതാവും ഒക്കെ അങ്ങനെ ആത്മീയമായ നിലയിൽ മുമ്പോട്ട് വന്ന സാഹചര്യത്തിൽ ഇവിടെ അങ്ങനെ ഒരു സൗകര്യം ഇല്ലാതെ വന്നു. 1-2 പേരൊക്കെ വിശ്വാസത്തിലുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്പമായ അറിവുള്ള ഒരാളാണ് വടംപടി ചാക്കോച്ചായ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം അണക്കരെ അവിടെ അദ്ദേഹം താമസിക്കുന്നു എന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ഈ ആരാധന ഉദ്ദേശിച്ചാണ് ഈ അണക്കര വരുവാൻ ഞങ്ങൾക്കിടയായി. അങ്ങനെ അവിടെ വന്നപ്പോഴേ ഈ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രീതി, അദ്ദേഹം അവിടെ താമസിക്കുന്ന ആളല്ല. അദ്ദേഹം ഇങ്ങനെ ഒരു സഞ്ചാരവേലക്കാരൻ. അപ്പൊ ശരിയായ ആരാധനയൊന്നും ഇല്ലാതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതോ. അതുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തില് 3-4 പേര് കൂടി ഒരു ആരാധന ആരംഭിപ്പാൻ തക്കവണ്ണോടെയായി. അപ്പം അല്പ ദൈവവചനമൊക്കെ പഠിച്ച ഒരാള് ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് വെള്ളരിക്കൽ പാപ്പച്ചായൻ എന്ന് പറയും. EV വർഗീസ് എന്നും അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹമാണ് ഇതിന് ആരംഭം കുറിച്ചത്. ആ കാലത്ത് ഈ പ്രദേശത്തുമല്ല, മിക്കവാറും
ഓലകെട്ടോ പുല്ലു വരെയൊക്കെ ആയിരിക്കും. ഈ ഹൈറേഞ്ച് മേഖലയെല്ലാം പുല്ലുവരെയാണ്. ഓടിട്ട വീടുകളൊന്നും ആർക്കും തന്നെ ഇല്ല. അപ്പൊ ഞങ്ങളുടെ വീട് പുല്ലുവരെയായിരുന്നു. അത് ഇച്ചിരി 3-4 മുറിയായിട്ട് ഇങ്ങനെ നീളിൽ ഒരു ഷെഡ് പോലെ ഉള്ള വീടായിരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഈ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും അവിടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. 4-5 വീട്ടുകാർ ഈ മുറിയിൽ കൂടി അവിടുന്ന് നിന്നൊക്കെ വരുന്നവര് ഇങ്ങനെ പ്രാർത്ഥന നടത്തി പോരുവേ. ഒരു ദൈവദാസൻ ഇങ്ങനെ സഞ്ചാരവേല പോലെ ചെയ്യുന്ന ഒരാൾ അവിടെ വരുവാൻ തക്കോണോടെ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു 7 ദിവസം ഉപവാസം പ്രാർത്ഥന നടത്താം എന്ന് പറയുകയാണ്. അപ്പൊ അത് നമുക്ക് വളരെ സന്തോഷമായി. കാരണം ദീർഘനാളുകളായിട്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടക്കാതിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും തീരുമാനിച്ചു പ്രാർത്ഥനയിലിരിക്കാം എന്ന് തീരുമാനിച്ച് മറ്റു പണികളൊക്കെ ഉപേക്ഷിച്ച് 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തും. അപ്പോൾ ആ കാലങ്ങളില് എനിക്ക് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാനും ഇരിക്കുവാൻ തക്കവണ്ണിടയായി. അങ്ങനെ എന്നെക്കാട്ടിൽ പ്രായമുള്ളവരും മാതാപിതാക്കന്മാരും അങ്ങനെ അവര് കുറച്ചു പേരെ ഉണ്ടെങ്കിലും അവരെല്ലാവരുമാണ് ഇരിക്കുന്നത്. എന്നാൽ ആ യോഗത്തില് അത് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ അഭിഷേകം ചെയ്യുന്നുണ്ടായി. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനും കൃപാവരങ്ങളോടുകൂടെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ ഞാനങ്ങനെ കൂടുതൽ ദൈവവചനം പഠിച്ചിട്ടൊന്നുമില്ല. കൂടുതൽ അറിവൊന്നും എനിക്ക് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ദൈവ കൃപാവരങ്ങളോട് കൂടെ അഭിഷേകമായിരുന്നതിനാൽ ദൈവാത്മാവിന്റെ പ്രേരണയാല് അന്ന് എഴുന്നേറ്റ് സംസാരിപ്പാൻ തുടങ്ങി ആത്മാവിന്റെ നടത്തിപ്പില്. അപ്പോൾ അന്ന് സംസാരിച്ച ദൈവാത്മാവ് ഒരു വെളിപ്പാട് തരും, അതനുസരിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോഴാളുകളെല്ലാം ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയൊന്നും അറിയത്തില്ലാത്തവരാ. കത്തോലിക്കരൊക്കെ ഈ വടക്കൻ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ ചുറ്റുപാടുണ്ട്. കോട്ടയത്ത് നിന്ന് സൈഡിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയാനും കേൾക്കാനും ഒക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ വരുവാൻ തുടങ്ങി. അയൽവാസികളായ ആളുകൾ, ചുറ്റുപാടുള്ള ആളുകൾക്ക് വരാൻ തുടങ്ങി. വന്നവരോടൊക്കെ ആത്മപ്രേരണയാൽ തൂത് പറയുകയും അതുപോലെ രോഗശാന്തിക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ വന്നവർക്കെല്ലാം സൗഖ്യമുണ്ടായി, ഒരു വിടുതലുണ്ടായി. ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ എന്താണ് എന്നുള്ള ഒരു ദൈവഭയം പോലെ ആളുകൾക്ക് ഉണ്ടായി. അങ്ങനെ ആളുകളൊക്കെ വിശ്വാസത്തിൽ വന്നു, കുറെ പേര് വന്നു. ചുരുക്കമായി പറഞ്ഞാൽ ഒരു 1-2 മാസത്തിനുള്ളിലായിട്ട് ഒരു 10-30 പേരോടും രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെയാണ് വീട്ടിലെ സഭ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. തുടർന്നും അവിടെ തന്നെ ആരാധന നടന്നു വരവേ അതിനെ മുറിക്കകത്ത് കൊള്ളാതെ ആളുകളായി. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഫാദറ് ഞങ്ങളുടെ വീടിനോടടുത്ത് ഒരു ഷെഡ് വെച്ചു. ഒരു പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡാണ്. ഇതിന് കുറച്ച് പേർക്ക് ഇരിക്കാവുന്ന നിലയിൽ. അങ്ങനെ ആ ഷെഡിനകത്ത് ആരാധന നടത്തി. ആ സന്ദർഭത്തില് IPC ആയിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മറ്റ് അല്പം കൂടെ ദൈവത്തിനൊക്കെ പഠിച്ച 3 വർഷമൊക്കെ പഠിച്ച ഒരു ദൈവദാസൻ അവിടെ വന്നു. അതിന്റെ ചാർജ് എടുത്തു. അങ്ങനെ ആ ദൈവദാസന് ഞങ്ങളുടെ വീട്ടിൽ പാർക്കുകയും അങ്ങനെ ആരാധന നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ സഭ മുന്നോട്ട് പോയി. ഇന്നത്തെ പോലെ ആയിരുന്നില്ല. ഈ IPC ആരും അങ്ങനെ കാര്യമായ നിലയിൽ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ ആയിരുന്നില്ല. ആ കാലത്താണ് ഈ തോട്ടം മേഖലയില് ഇതുപോലെ 2 സഭകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ചിന്തലാവ്,
കോട്ടമല, ഈ സ്ഥലങ്ങളിലാണ്. അത് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളായ ആളുകൾ ഉള്ള സ്ഥലമാണ്. അവിടെ തൊഴിലാളികൾ കുറെ പേര് വിശ്വാസത്തിൽ വന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് അവിടെ സഭാ കൂടി വരെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ആനയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അന്ന് ഈ കട്ടപ്പനയൊക്കെ ആനയുള്ള സമയമാണ് ഈ അയ്യപ്പൻ കോവില്. അപ്പൊ ഇത്രയും ഇപ്പം വളരെ അടുത്ത് തോന്നിയാലും ഇത് വലിയ മറ്റൊരു ധ്രുവത്തിലാണിത്. ആ കാര്യത്തെ ചിന്ത അതാണ്, വേറെ ദൂരമുള്ള സ്ഥലമായിട്ടാണ് തോന്നുന്നു. അപ്പോഴേ പാസ്റ്റർ കെ എബ്രഹാം ഈ രണ്ട് സഭയ്ക്ക് പീരുമേട് സഭ എന്ന് പേരിട്ടായിരുന്നു, പീരുമേട് സഭ എന്ന് പറയും. അപ്പോൾ ആ പീരുമേട് സഭയോട് കൂടെ ഞങ്ങൾ കൂടെ വന്നപ്പോൾ ആ പീരുമേട് സഭയിലെ ഒരു സഭയായിട്ടാണ് പിന്നെ വന്നത്. അന്ന് പാസ്റ്റർ കണ്ണാടി അവറാച്ചായൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഒഫീഷ്യൽ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും കണ്ണാടി അവറാച്ചായൻ പൊതുവെ അദ്ദേഹത്തെ അറിയുന്നത് സാർപ്പത്തിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പീരുമേട് സെന്ററിന്റെ ചാർജ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2-3 സഭകളേ ഉള്ളൂ ചാർജ് എന്നും പറഞ്ഞ് എടുത്തു. അന്ന് ഇതുപോലെ വണ്ടി വാഹനങ്ങളൊക്കെ കുറവാണ്. ദിവസം ഒരു വണ്ടിയൊക്കെയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ കുമളിക്കൊക്കെ വരുന്നത്. അത് വരണമെങ്കിൽ രാവിലെ അവിടുന്ന് പോരുന്ന വണ്ടി 4 മണിയൊക്കെ ആകുമ്പോഴാണ് കുമളി വരുന്നത്. അങ്ങനെ അവിടുന്ന് വന്നു. പിന്നെ ഒരു വണ്ടി ഇവിടെ തൂക്കുപാലം ഭാഗത്തേക്ക് വരാറുണ്ട്. ഇതുപോലെ വഴിയൊന്നും വേണ്ടത്ര മിറ്റലുള്ള വഴിയാണ്, ചെറിയ വഴിയാണ്. എങ്ങനെയായാലും അവിടുന്ന് ആ വണ്ടിയിൽ 8-ാം മൈൽ വരെ വരുമ്പോൾ അവിടുന്ന് ഒരു 3-4 മൈലോടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാനും ഞാൻ അദ്ദേഹത്തെ വന്ന് സ്വീകരിക്കും, വീട്ടിൽ കൊണ്ടുപോകും. അദ്ദേഹം വന്ന് ഞാൻ ഒരു ആഴ്ചയൊക്കെ ക്ലാസ് എടുക്കും. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോകും. ആ നല്ല അദ്ദേഹത്തെ യാത്ര അയക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ആ അവസ്ഥ. അത് കഴിഞ്ഞിട്ട് 1967 ഈ പീരുമേട് അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ട് മറ്റൊരാളെ ഏൽപ്പിച്ചതാണ് പാസ്റ്റർ കെ മാത്യു. അദ്ദേഹം പീരുമേട് സെന്ററിന്റെ ചാർജ് എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ സഭയിലാണ്. ഞങ്ങളുടെ വീടിങ്ങനെ വന്ന് ഒരു ദിവസം താമസിച്ച് ആ വീട്ടിൽ കൂടി വരുന്ന ആളുകളുടെ മധ്യ വെച്ചാണ് അദ്ദേഹം ചാർജ് എടുക്കുന്നത്, പീരുമേട് സെന്ററിന്റെ ചാർജ് എടുക്കും. അങ്ങനെ അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ കുറെ കൂടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാനാണ്. അദ്ദേഹം കുറെ പ്രായം കുറഞ്ഞ ആളാണ്. മറ്റതിനല്ല, അന്ന് അദ്ദേഹം അമേരിക്കയിൽ ആദ്യം പോയിട്ട് വന്ന സമയം കൂടെ. അതുകൊണ്ട് സാർപ്പച്ചൻ പറഞ്ഞു, അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുന്ന ബേവിച്ചൻ എന്നാണ്, കെ മാത്യു പേരുണ്ടെങ്കിൽ ബേവിച്ചൻ പീരുമേട് സെന്ററിന്റെ ചാർജ് എടുക്കാൻ. അദ്ദേഹം സന്തോഷത്തോടെ എടുത്തു. ഈ അവസ്ഥയാണെങ്കിലും അദ്ദേഹം വരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്താൽ അവിടെ അണക്കര് ഞങ്ങളുടെ അടുത്ത് ഒരു 3-4 മൈൽ അപ്പുറത്ത് കുഴിക്കണ്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ആരാധന തുടങ്ങി. പിന്നെ പലയിടങ്ങളിലുമായിട്ട് ആരാധന ഉണ്ടാകുവാൻ തക്കവണ്ണോടെയായി. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ കൂടിവരവര് ഒരു സ്ഥലം വാങ്ങുവാൻ തക്കവണ്ണോടെയായി. എൻ്റെ ഫാദറും അന്ന് കൂടി വന്ന ആളുകളെല്ലാവരും കൂടെ കൂടി അണക്കര അച്ചങ്ങാനം എന്ന് അറിയപ്പെടുന്ന ആ സഭ സ്ഥലം വാങ്ങുവാനും അവിടെയും പുല്ലുകൊണ്ടൊരു ഷെഡ് പണിയുവാനും ഇടയായി. അങ്ങനെയാണ് ഈ ഉടുമ്പൻചോല താലൂക്കിലെ ആദ്യത്തെ പെന്തക്കോസ്ത് സഭ എന്ന് പറയാം, IPCയുടെ ആദ്യ സഭ എന്ന് പറയാം. അങ്ങനെയാണ് പൊതുസഭ അവിടെ ഉണ്ടായത്. ഈ പാസ്റ്റർ കെ മാത്യു സാറ് അദ്ദേഹം ഇങ്ങനെ സഭ ആരംഭിക്കുന്നിടത്തൊക്കെ ഒരു ചെറിയ സഹായം സ്ഥലം വാങ്ങുന്നതിനൊക്കെ ചെയ്യും.
സ്ഥലത്തിന് വലിയ വിലയില്ലെന്ന് പറഞ്ഞാലും പൈസയ്ക്ക് ഇല്ലാത്ത കാലമാണ്. പൈസ അതായത് അമേരിക്ക പോയെങ്കിലും അന്നത്തെ കാലത്ത് വലിയ വരുമാനം ഇല്ലാത്തൊരു കാലമാണ്. എനിക്ക് തോന്നുന്നത് $1 ഏതാണ്ട് 10 രൂപ മറ്റോ ഇന്ത്യൻ രൂപ കിട്ടുന്ന കാലമാണ്. അങ്ങനെയാണ് ആ കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പല ഉത്സാഹവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പലയിടങ്ങളിലും ആരെങ്കിലും ആത്മീയ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ മുൻനിർത്തി ഒരു സഭ ആരംഭിച്ച് ഒക്കെ പ്രവർത്തിക്കുവാനിടയായി. അപ്പോൾ മുണ്ടക്കയം മുതലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അപ്പോൾ മുണ്ടക്കയത്ത് 2-3 വീട്ടുകാരിങ്ങനെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഓരോ സഭകൾ സ്ഥാപിക്കാനിടയായി. ഇങ്ങനെ ഹൈറേഞ്ചിന്റെ ഈ ഭാഗത്തും അവിഞ്ഞൊക്കെ സഭകൾ രൂപം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ സഭയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ഈ ഹൈറേഞ്ച് മേഖലയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാന് ഈ ദൈവത്തിന്റെ വിളി എനിക്കുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവും പ്രവർത്തനവും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ സുവിശേഷ വരയ്ക്ക് ഇറങ്ങാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളായി. അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ ഈ കാലത്തിലൊക്കെ എൻ്റെ ഫാദറുമായിട്ട് അന്ന് ചെറുപ്പത്തിൽ പോകുമ്പോഴേ ഈ പാസ്റ്റർമാരുടെ ഞെരുക്കവും പ്രയാസവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടിൽ അത് കർത്താവിന്റെ വേലയ്ക്ക് ദൈവം എന്നെ വിളിയുണ്ടെങ്കിലും എനിക്ക് എൻ്റെ സങ്കുചിത മനസ്സിൽ മുമ്പോട്ട് ഇറങ്ങിയാൽ ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പോകാതെ കൃഷികാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിങ്ങനെ പോവുകയായി. അങ്ങനെ പോകുമ്പോൾ എനിക്ക് കഠിനമായ ഒരു രോഗം പിടിക്കാനിടയായി. രോഗം വളരെ കഠിനമായി. അതിന് ചെറിയ നിലയിലുള്ള ചികിത്സകളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എൻ്റെ മദർ ഭയങ്കര വിശ്വാസിയാണ്. ഏത് രോഗം വന്നാലും പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുന്ന ഒരു രീതിയാണ് വീട്ടിലുള്ളത്. ആശുപത്രി പോക്കില്ല. മദറിന് ഈ സൗഖ്യം ലഭിച്ച അനുഭവം ഉള്ളതുകൊണ്ട് സാധാരണ രോഗം വന്നാലും ഏത് രോഗം വന്നാലും ഇങ്ങനെ ചികിത്സയ്ക്ക് പോകുന്ന ഒരു രീതിയില്ല. മാതാവ് 2 ദിവസമോ 1 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ ഉപസിച്ച് പ്രാർത്ഥിക്കും, അതൊരു വിടുതലുണ്ടാവും. പക്ഷെ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും വലിയ വിടുതലൊന്നും ഉണ്ടായില്ല. ഭയങ്കരമായ പ്രയാസം ഉണ്ടായത്. അപ്പോഴെന്റെ മാതാവ് പറഞ്ഞു, നീ എന്നെ സുവിശേഷയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നതാ, അപ്പം അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും എൻ്റെ ചിന്താഗതിക്ക് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കും തോന്നി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ജീവിതം തന്നെ തീർന്നു പോകുമെന്ന് തോന്നിപ്പോയി. മരണം സംഭവിക്കും തോന്നുന്ന പോലെ ഒരു ഭയമുണ്ടായി. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൈവം എനിക്ക് ആയുസ് തരുന്ന സമയം കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അത് 1968 അങ്ങനെ 68 കാലങ്ങളിൽ തീരുമാനിക്കുകയും 69-70 ഞാൻ കുമ്പനാട് എബ്രഹാം ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകാൻ തക്കവണ്ണം. അപ്പൊ എന്നെ കുറിച്ച് ഇങ്ങനെ കൃപാവര ശുശ്രൂഷയുണ്ടെന്നും ഇങ്ങനെ ദൈവം എന്നെ പ്രത്യേകമായ വിളിയുണ്ടെന്നും മുമ്പിൽ നിന്ന് ഈ കെയ്മാസ് സാറിനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമാണ്. കുമ്പനാട്ട് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് ധാരാളം പേരവിടെ ബൈബിൾ സ്കൂൾ പഠിക്കാനായിട്ട് വരും. അന്ന് അവിടെ എടുത്ത 30-35 പേർക്കുള്ളിൽ എടുക്കുകയാണ്. വളരെ സെലക്ട് ചെയ്യുന്ന ആളുകളെ എടുക്കുകയുള്ളൂ. അങ്ങനെ ആ അവസരത്തില് മാസ്റ്റർ കെയ്മാസ് സാറ് സാരപ്പത്തോട് പറഞ്ഞു, ഹൈറേഞ്ചിൽ നിന്ന് ഒരു പയ്യൻ വരുന്നുണ്ട്, അവനെ എടുക്കണം എന്നതിനെക്കുറിച്ചൊരു ശുപാർശ ചെയ്തു. അങ്ങനെയാണ് ഞാൻ കുമ്മാടി എന്ന സാർപ്പൻ അവിടെ ചെന്നപ്പോഴേ അപ്പച്ചനോടത്തിൽ കാര്യം പറഞ്ഞിരുന്നോണ്ട് ഞാൻ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. എന്നെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചെന്നപ്പോഴേ അദ്ദേഹം അവിടെ ബംഗ്ലാവിൽ കസാര ഇരിക്കുകയായിരുന്നു.
അദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞ് വളരെ താല്പര്യത്തോടെ പറഞ്ഞ് എന്നെ ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒടുവില് എന്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ പോന്നു. അവിടെ ക്ലാസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞു. എനിക്ക് അഡ്മിഷനായി. ഞാൻ അങ്ങനെയാണ് ബൈബിൾ സ്കൂൾ പഠിച്ചത്. 69, 70 കാലങ്ങളിൽ ഞാൻ അവിടെ പഠിക്കുവാൻ തക്കവണ്ണോടെയായി. അതിനുശേഷം ഞാൻ 71 എൻ്റെ വിവാഹം നടക്കുന്നു. ആ സമയത്ത് തന്നെ ഞാൻ വീണ്ടും മടങ്ങി വന്നു. അന്നേരം അവിടുത്തെ സഭാചാർജ്, എൻ്റെ വീട്ടിലെ സഭാചാർജ് വേറൊരു, അവിടെ നേരത്തെ ഇരുന്ന ദേവദാസൻ മാറുകയും വേറൊരു ദേവദാസൻ അവിടെ ചാർജ് എടുക്കുകയും ചെയ്തതാണ് പാസ്റ്റർ KV വർക്കിയെ. ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്മേറ്റ് ആണ്, ഏകദേശം ഒരുമിച്ച് പഠിച്ചിറങ്ങിയതാണ്. അപ്പം വീട്ടിലെ സഭ എന്നുള്ള നിലയിൽ ഞാൻ ചാർജ് എടുക്കാതെ KV വർക്കിക്ക് ചാർജ് കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ചെറുപ്പം മുതലേ കളിച്ച് നടന്ന ആളുകൾക്കൊക്കെ മറ്റൊരാൾ നല്ലതാണെന്നുള്ള ചിന്തയിലാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിന് അങ്ങനെ ചാർജ് എടുക്കുകയും, അപ്പൊ എനിക്ക് സഭയില്ല. അപ്പൊ ഞാന് അവിടെ ഇല്ലാത്തതിന്റെ പേരില് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഒരു 4-5 മൈൽ അകലെയായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഞാൻ അവിടെ പോയി പ്രവർത്തിക്കാനിടയായി. അവിടെ ഒരാള് ഇതുപോലെ ആത്മീയ താല്പര്യമുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവര് എൻ്റെ ഫാദറും ഒക്കെ ആയിട്ട് അറിയുന്നതാ നേരത്തെ ഉള്ള ഈ ആത്മീയ ബന്ധത്തിൽ. അപ്പൊ അവര് പറഞ്ഞു, നമുക്കിവിടെ ഒരു വേല ആരംഭിക്കാം. അതൊരു പുല്ലുവരെയാണ് അവർ താമസിക്കുന്നത്. അതിന്റെ ചാർത്ത് അപ്പൊ ഒരു വളരെ ചെറിയ ചാർത്ത, എനിക്ക് തോന്നുന്നു ഒരു 7-8 അടി വീതി കാണും, ഒരു 8-10 അടി നീളവും കാണും. അവിടെ വെച്ച് ആ ഫാമിലി ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് കുമളി 8-ാം മൈൽ വേലയുടെ ആരംഭം. അങ്ങനെ അവിടെ കുറെ നാൾ ഇരുന്നപ്പോഴ് പ്രാർത്ഥന നടത്തി ഇങ്ങനെ പോരവേ ഒരു സ്ഥലമില്ലാതെ ഇരിക്കുമ്പോൾ എവിടെങ്കിലും ഒരു സ്ഥലം കിട്ടണമല്ലോ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ എന്നും ഈ തുടർമാനമായി വീട് സന്ദർശനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട് സന്ദർശനം ചെയ്തപ്പോൾ CSIയിൽ അംഗമായ ഒരു ജോണിച്ചൻ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് സംസാരിച്ചു. പ്രായമുള്ള അദ്ദേഹമാണ്, ജോണിച്ചാൻ എന്ന് വിളിക്കും. അദ്ദേഹം വളരെ ആത്മീയ താല്പര്യമുള്ള ഒരാളാണ്. അയക്ക് അല്പമായ ദൈവവചനമൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ എന്നെ മിക്കവാറും സ്വീകരിക്കുകയും ചായ തരുമൊക്കെ ചെയ്യും. എന്നെ വളരെ താല്പര്യത്തോടെ സ്വീകരിക്കും. അങ്ങനെ ഞങ്ങൾ നമ്മൾ ഇങ്ങനെ ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ സ്ഥലമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുമളി 3 റോഡിന്റെ സൈഡിൽ എനിക്കൊരു 25 സെന്റ് സ്ഥലം ഉണ്ട്. അതിനകത്തൊരു ചെറിയ പുൽഷെട്ടും ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറയാനിടയായി. അത് വലിയ സന്തോഷമായി. അപ്പൊ ദീർഘനാളുകളുടെ പ്രാർത്ഥന കേട്ട ദൈവം നൽകിയ മറുപടിയാണ്. അപ്പൊ അന്ന് ഈ കുമളി 3 ഇന്നത്തെ ഈ ഹൈവേ ഇത്രയും വിശാലമൊന്നും ഇല്ല, എങ്കിലും പ്രധാനപ്പെട്ട റോഡാണ്. ഹൈറേഞ്ച് ആദ്യകാലത്തെ റോഡാണ്. അപ്പോൾ അവിടെ ഈ താൽക്കാലിക ഷെഡിനകത്തോട്ട് ആരാധന മാറുകയും അവിടെ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ അവിടെ ചെന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടെ ചില മീറ്റിങ്ങുകളും യോഗങ്ങളും ഒക്കെ നടത്തി. അപ്പോൾ മിക്കവാറും ഈ വീട് സന്ദർശനം ഞാൻ ചെയ്യാറുണ്ട്, ആരെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ട്. അങ്ങനെ പ്രവർത്തിച്ചു. ചുരുക്കമായി പറഞ്ഞാല് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഏതാണ്ട് 80-90 പേരോടും സ്ഥാനപ്പെടുത്താനായിട്ടിടയായി. അങ്ങനെ അവിടെ ആ സഭ ശക്തമായി വരുവാൻ കഴിഞ്ഞു. ഈ കാലയളവിൽ ഞാൻ വീട്ടിൽ നിന്ന് മാറി. അതും വിശ്വാസത്താൽ ദൈവം ഒരു അല്പം പ്രവർത്തി. എനിക്ക് അന്ന് താമസ സൗകര്യം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതന്, ഞങ്ങളുടെ ഫാമിലിയുടെ സ്നേഹിതന് ഒരു കത്തോലിക്കലുള്ള ഒരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 8-ാം മൈലിനടുത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്.
അദ്ദേഹം പാലായിലാണ് താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഈ വീട് താമസിക്കാൻ തരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പരിചയമുള്ളതിൻ്റെ അടുത്തത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ താമസിച്ച് അവിടെ പ്രവർത്തിക്കുകയും അങ്ങനെ ഏതാണ്ട് 4 വർഷത്തോളം 74 വരെ ഞാൻ അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ റിലേറ്റീവ്സ് ഒരാള് പാസ്റ്റർ MC ചാക്കോ, അതെൻ്റെ അമ്മയുടെ അനിയത്തിയെ കെട്ടിയ ആളാണ്. അദ്ദേഹം കോട്ടയം സെൻട്രൽ, അദ്ദേഹത്തിനും സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് അപ്പൊ തന്നെ സുവിശേഷ വേലയിൽ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ സ്വന്തമായി വീടില്ല, പിന്നെ അതുപോലെ വസ്തുവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഹൈറേഞ്ച് ഭൂമിക്ക് വിലക്കുറവുണ്ടല്ലോ, അദ്ദേഹത്തിനോട് പോരാൻ താല്പര്യപ്പെട്ടപ്പോൾ അദ്ദേഹം വരുന്ന വളരെ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു. അദ്ദേഹത്തിന് ഒരു വസ്തു അവിടെ വാങ്ങിക്കുവാൻ തക്കവണ്ണം ഇടയായി. ചെറിയ വിലയാണെങ്കിലും വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് താമസിക്കാൻ സൗകര്യമില്ല. അപ്പോഴേ ഞാൻ താമസിക്കുക ഞാൻ 4 വർഷമായി. അപ്പോൾ KE സാർ എന്നോട് പറഞ്ഞു, ചീന്തലാറില് ഞാൻ പറഞ്ഞ തോട്ടം മേഖല ഒരു സഭയുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സഭയില് പാസ്റ്റർക്ക് അത്യാവശ്യമായിട്ട് മാറ്റം കൊടുക്കണം, ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇങ്ങോട്ട് വരുന്നുള്ള നിലയിൽ ഞാൻ താമസിച്ച വീടും ഈ സഭ അദ്ദേഹത്തിന് കൊടുത്തു. അമ്മയുടെ അനിയത്തെ കെട്ടിയ ആള് പാസ്റ്റർ MC ചാക്കോയ്ക്ക്. അദ്ദേഹം വന്ന് അവിടെ വന്ന് താമസിച്ചു. അവിടുത്തെ സഭ കൊണ്ട് നടത്തി. ഞാൻ ചിന്തലാറിന് പോവുകയും ചെയ്തു. ചിന്തലാറിന് എന്ന് പോകുന്നവരല്ല, ഇവിടെ നിന്ന് അടുത്താണെന്ന് തോന്നിയാലും അന്നത്തെ കാലത്ത് യാത്ര വളരെ ക്ലേശമുള്ള സ്ഥലം. കട്ടപ്പന വഴി വണ്ടിയൊന്നും ഇല്ലാതെ വളരെ ചുരുക്കമായ വണ്ടികളൊക്കെ ഉള്ളൂ ആ സമയത്താണ് പോകുന്നത്. അപ്പൊ അത് വളരെ നടന്ന് കഷ്ടപ്പെട്ട് അവിടെ ചെന്നു. അവിടെ ഞാൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചീന്തലാറിലിരിക്കുന്ന ആ കാലത്ത് അവിടെ നേരത്തെ ഉള്ള ഒരു സഭയുണ്ടായിരുന്ന കോട്ടമല എന്ന് പറഞ്ഞ, അന്ന് ആദ്യം നല്ല കൂട്ടമുണ്ടായിരുന്നെങ്കിലും അവിടെ 1-2 വീട്ടുകാരായി ശേഷിച്ചു. ഇടയ്ക്ക് പാസ്റ്റർമാരൊന്നും ഇല്ലാതെ സഭ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചെതറിപ്പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, ആ കോട്ടമലയിൽ സൗകര്യം ഉള്ളപ്പോഴൊന്ന് പോവുകയും അന്വേഷിക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു KE സാർ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കോട്ടമലയ്ക്ക് പോകും. ചീന്തലാറിൽ നിന്ന് നടന്നാണ് പോകുന്നത്. ഏകദേശം ഒരു 2-3 മണിക്കൂർ നടക്കണം. ഏകദേശം ഒരു 10-15 മൈലുണ്ട് അവിടെ. അവിടുന്ന് കുറെ തേയിലക്കാടുണ്ട്, കുറെ വനമുണ്ട്. അതുവഴി നടന്ന് ഈ കോട്ടമല എത്തും. കോട്ടമലയും കൂടെ പ്രവർത്തിച്ചു. അവിടെ പൊതുവായി യോഗം നടത്തി. അങ്ങനെ അവിടെയും സുവിശേഷം പറയുകയും അതുപോലെ പബ്ലിക് യോഗങ്ങളൊക്കെ നടത്തി. അന്ന് 2-3 വീടുണ്ടായിരുന്നെങ്കിലും അവിടെയും ദൈവം പ്രവർത്തിച്ചു. അവിടെ ഇടയ്ക്ക് ഞാൻ പോയാൽ ഒരു 3-4 ദിവസം അവിടെ താമസിക്കാറുണ്ട്. ആ തോട്ടത്തിൽ അവിടെ ലയത്തിലായിട്ട്. അങ്ങനെ താമസിച്ച് പ്രവർത്തിച്ച് അവിടെ ചുരുക്കമായി പറഞ്ഞാൽ 10-30 പേരോട് സ്ഥാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കാൻ ഒക്കെ ദൈവം പ്രവർത്തിച്ചു. ആ സഭ ശക്തിപ്പെട്ടു. അങ്ങനെ ആ കാലത്ത് വാഗമണ്ണിലും പോയി പ്രവർത്തിക്കാനിടയായി. വാഗമൺ അവിടെയും ഇതുപോലെ ഭവന സന്ദർശനം ചെയ്യുകയും പബ്ലിക് യോഗം നടത്തുകയും ഒരു ആത്മീയ താല്പര്യമുള്ള ഒരാളെ കണ്ട് അവിടെ തോട്ടത്തിന്റെ ഒരു ചെറിയ ഷെഡ് കിടപ്പുണ്ടായിരുന്നു. അവിടെ ഞാൻ ഒരു യോഗം നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അവർ നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ യോഗം നടത്തി. ഒരു 3 ദിവസത്തെ യോഗം നടത്തി. ധാരാളം പേര് അവിടെ കൂടി. അന്ന് വന്നവരെല്ലാം രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണോടെയായി. അന്ന് രക്ഷിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ചിലരുടെ പേര് പറയുമ്പോൾ പാസ്റ്റർ തോമസ് മാമൻ അന്ന് അവിടെ തേയിലത്തോട്ടത്തില് സൂപ്രണ്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതുമായിട്ട് ഞാൻ പൗരസ്വരം ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചില
കള്ളുമൊക്കെ കുടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് സുവിശേഷമൊക്കെ പറഞ്ഞു, ഞാൻ വരണമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അദ്ദേഹം വന്നു. അദ്ദേഹം ആ യോഗത്തിൽ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണോടെയായി. പാസ്റ്റർ തോമസ് മാമനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന, ദൈവം വളരെ ശക്തിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, കോട്ടയത്ത് താമസിക്കുന്ന അദ്ദേഹമാണ്. പിന്നെ വേറെ പലരും അവിടെ വന്നു. അവരെല്ലാം വിശ്വാസത്തിൽ വരുവാൻ തക്കവണ്ണോടെയായി. അങ്ങനെ അവിടെയും സഭ സ്ഥാപിച്ചു. ചിന്തകാതിരുന്ന കാലത്ത് ഏലപ്പാറ ഇങ്ങനെ ഈ ഉപ്പതറ ഈ ഭാഗങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ആ ചുറ്റുപാടൊക്കെ പലരും രക്ഷിക്കപ്പെടുവാൻ ചില സഭകൾ രൂപം കൊടുക്കുവാനും ഒക്കെ ഇടയായി. ഇന്ന് പല സെന്ററിലുള്ള ചിന്നാർ സഭ, അതുപോലെ മത്തായിപ്പാറ ആ ഭാഗത്തെ സഭകള്, അങ്ങനെ പല സഭകളും ആ ഭാഗത്ത് ഉണ്ടാകുവാൻ ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കവേ ഞാൻ 2 വർഷത്തിലധികം 3 വർഷത്തോളം അവിടെ ഇരുന്നു. 76, 77 ആവശ്യപ്പെടുത്തേക്കിന് ഞാൻ അവിടുന്ന് അന്ന് പാസ്റ്റർ കെ മാത്യു സാറ് ഈ കട്ടപ്പന ഒരു വേല ആരംഭിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം താല്പര്യത്തോടെ പറഞ്ഞു. അന്നിവിടെ ഒരു ചെറിയ ഒരു കൂടിവര 3-4 പേര് കൂടുന്ന ഒരു കൂടിവരവായിരുന്നു. ഇപ്പോഴേ ഈ ഇടുക്കി കവലയിലുള്ള ആ ചർച്ച് അത് ഒരു സ്വതന്ത്ര ചർച്ചായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതില് അദ്ദേഹം വിലയ്ക്ക് വാങ്ങിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ പാസ്റ്റർ എം ഡി തോമസ് ഇവിടെ വന്ന് പ്രവർത്തിക്കണം. ഇവിടുത്തെ വേറെ ഇത് ടൗൺ ആകുന്ന സ്ഥലമാണ്, ഇപ്പോഴത്തെ ടൗണൊന്നും ഒന്നില്ല, അതുകൊണ്ട് ഞാൻ വരണം തന്നെ നിർബന്ധിച്ചു. അപ്പോൾ ഞാന് കട്ടപ്പന വരികയും ചെയ്തു. കട്ടപ്പന വന്നപ്പോൾ ഇവിടെ അവിടെ ഒരു ചെറിയ പുല്ല് ഷെഡാണ്. അപ്പൊ എനിക്ക് താമസിക്കാൻ സൗകര്യമില്ല. അപ്പോൾ അവിടെ അടുത്തൊരു പുല്ലുപെര വാടകയ്ക്ക് എടുത്തു. അങ്ങനെ 40 രൂപ മാസം വാടകയുള്ളൂ. പക്ഷെ 40 രൂപ ഉണ്ടാകാൻ പാടാ, ആരും സഹായിക്കാനും ഇല്ല. അങ്ങനെ ആ കുതിര മണ്ടയ്ക്ക് ഒരു വീടിനകത്ത് ഞാൻ താമസിച്ചു. അപ്പോൾ ഒരു കുറച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ആ സ്ഥലം വിറ്റു, അവിടെ പാസ്റ്റർ മാറി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ വിഷമമായി. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നാ വാങ്ങിച്ചവരോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് മാറിയേക്കാന്ന് പറഞ്ഞു. വേറെ വീടെങ്ങാണ്ട് കിട്ടാനുണ്ടെങ്കിലും വലിയ വാടക കൊടുക്കാൻ നിർത്തിയില്ലാഞ്ഞുകൊണ്ട് ഈ പുല്ലുഷെഡിന്റെ ഒരു ഭാഗം മറിച്ച് ഞങ്ങള് അതിന് ബാക്കിയുള്ള സ്ഥലത്ത് കൂടാനേ ആളുള്ളൂ. 4-5 പേര് 5-8 പേരെ കൂടാനുള്ളൂ. അതിന്റെ ഭാഗം മറിച്ചിട്ട് ഞാനും ഭാര്യയും എൻ്റെ 2 മക്കള് 3 മക്കളുണ്ടായിരുന്നു. 3 പേരും കൂടെ ഞങ്ങൾ അതിനകത്താണ് താമസിച്ചത്. അതൊരു ബുദ്ധിമുട്ടായി പ്രയാസങ്ങളായി വന്നപ്പോൾ പിന്നെ ഞാൻ ഒരു വസ്തു, എനിക്ക് ഉണ്ടായിരുന്ന ഈ അണക്കര ഉണ്ടായിരുന്ന വസ്തു വിറ്റിട്ട് ഇവിടെ വന്ന സ്ഥലം വാങ്ങിക്കുകയും 5 സെന്റ് സ്ഥലം വാങ്ങിക്കുകയും ഒരു വീട് വെക്കുകയും അങ്ങനെ ഞാൻ ഇവിടെ താമസമായി. അങ്ങനെ കട്ടപ്പനത്തെ പ്രവർത്തനത്തിൽ ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ പ്രവർത്തിച്ചു. ഇവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇവിടെയും ഈ പുല്ല് കൊണ്ടുണ്ടായിരുന്ന ആ ഷെഡിന് അത് ഓടുമയാനുള്ള സൗകര്യം ഉണ്ടായി. അങ്ങനെ ഓടുമേഞ്ഞു ഇവിടെ പ്രവർത്തനം നടന്നു. അന്ന് ഇതുപോലെ സഭകളൊന്നും ഇവിടെ ഇല്ല. ഏതാണ്ട് 10-75 പേരോളം ഇവിടെയും വിശ്വാസത്തിന്റെ പാതയിലേക്ക് വന്നു. അങ്ങനെ സഭ ശക്തിപ്പെടുവാനിടയായി. ആ കാലങ്ങളില് ഈ പ്രദേശങ്ങളില് ആ കാലത്താണ് ഞാൻ തങ്കമണിയിൽ വരുവാൻ തക്കവണ്ണോടെയായത്. 1977 ഈ കട്ടപ്പന വന്നപ്പോൾ അവിടെ ഇതുപോലെ 3-4 പേര് കൂടുന്ന ഒരു പ്രവർത്തനമായിരുന്നു നിർമ്മല സിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രവർത്തനം. വാഴൂർ തങ്കച്ചായന്റെ പറമ്പിന്റെ മുകളിൽ ഒരു ചെറിയ പുല്ല് കെട്ടിടത്തിനകത്തായിരുന്നു അവിടുത്തെ പുല്ലുകൾ, ചെറുതായിട്ട്, വളരെ ചെറുതാണ്. അതിനകത്തായിരുന്നു ആരാധന. അതിനകത്ത് കൂടി വരികയൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ തങ്കമണിന്ന്
നമ്മുടെ ജോർജായനും നമ്മുടെ തോമസും അങ്ങനെ 2-3 പേര് അവിടെ ഇടയ്ക്കിടയ്ക്ക് ആരാധനയ്ക്ക് വരും. അവർക്ക് നടന്നു വേണം വരാൻ. പുല്ലുമേട് കുഴി ഇതുപോലെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. അത് വളരെ ദൂരെ നിന്നാണ് വരുന്നത്. നടന്നു വരുന്നത് വളരെ ഇവിടുത്തെ വരുമ്പോഴത്തെ ക്ഷീണിക്കും, തിരിച്ചു പോകുമ്പോഴത്തേന് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് വരുന്നത്. അങ്ങനെയുള്ളപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു തങ്കമണിയിൽ ഒരു വേല ആരംഭിച്ച കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ തങ്കമണിയിൽ വന്ന് അവിടെ ആദ്യം അവിടെ ഒരു വീട്ടു പ്രാർത്ഥനയാണ് വെച്ചത്. അപ്പൊ പാസ്റ്ററുടെ പിതാവിന്റെ താമസിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് തന്നെ പറയുന്ന പാണ്ടിപ്പാറ അവിടെ വന്ന് അവിടെ ആ വലിയ ഇറക്കപ്പുറത്ത് ഒരു വീടിന്റെ അവിടെ ഒരു വീടായിരുന്നു. അവിടെ വന്ന് 2 ദിവസം മീറ്റിംഗ് അവിടെ നടത്തി. അങ്ങനെ അവിടെ മീറ്റിംഗ് നടത്തിയപ്പോ പറയുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ ആ വേല അങ്ങ് ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ വെച്ച്. അങ്ങനെ ഉദ്ഘാടനം ചെയ്ത് അവിടെ ആരാധന ചെറിയ ആരംഭിച്ചു. ഞാൻ കഴിയുമ്പോഴൊക്കെ ഇടയ്ക്ക് അവിടെ പോകും. ആ നിലയിലൊക്കെ അവിടെ പ്രവർത്തനം നടന്നു. അതിനുശേഷം അവിടെ ഒരു വസ്തു വാങ്ങുവാനിടയിൽ, അതാണ് തങ്കമണിയിലെ ഇപ്പോൾ ഇരിക്കുന്ന വസ്തു. നമ്മുടെ വാഴയില് അവരൊക്കെ വിശ്വാസത്തിലേക്ക് ആ കാലത്ത് വരികയും അവരുടെ സൗകര്യങ്ങൾ ഉദ്ദേശിച്ചാണ് മാത്തുക്കുട്ടി അവരെല്ലാം കൂടെ സൗകര്യമായ നിലയിൽ അവിടെ വാങ്ങിച്ചത്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴെല്ലാം ഈ ദൂരം കട്ടപ്പനയിൽ നടന്ന് അവിടെ വരികയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ഈ കട്ടപ്പനയുടെ പ്രദേശങ്ങളില് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലയിടങ്ങളിലും സഞ്ചരിച്ച് വേല സ്റ്റാർട്ട് ചെയ്യാൻ തക്കവണ്ണം ദൈവം പ്രവചിച്ചു. അപ്പോഴ് കട്ടപ്പന വേലയും നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരുന്നു, ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ദേശത്ത് കൊച്ചു കാമാക്ഷി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ സഭാപ്രവർത്തനം ഞമ്പ കൈമാസാറ് എന്നതായ അവിടെ ചെറിയൊരു കൂടിവരവുണ്ട്. കനക്കുന്നില് ഒരു ചെറിയ കൂടിവര് ആ സമയത്തുണ്ടായി. ഇവിടെയെല്ലാം പോകുന്നത് കട്ടപ്പനയിൽ നിന്ന് നടന്ന്, അവിടെ ഒന്നും വണ്ടി സൗകര്യമൊന്നുമില്ല, ഇതൊരു റോഡും ഇല്ല. 8-10-15 കിലോമീറ്റർ അങ്ങോട്ടും പോകണം, ഇങ്ങോട്ടും നടക്കണം. പിന്നെ ചെല്ലുമ്പോൾ അന്ന് ചില പ്രാവശ്യം ചില ദിവസം വരും, ചില ദിവസം വരാൻ പറ്റത്തില്ല. 2 ദിവസമൊക്കെ അവിടെ യോഗം നടത്തി. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സഭകളൊക്കെ സ്ഥാപിതമാകുവാൻ തക്കവണ്ണയായി. അങ്ങനെ ഞാൻ ഇവിടെ പ്രവർത്തിക്കുകയും അതിനുശേഷം 1981 എനിക്കൊരു സ്ഥലമാറ്റം ഉണ്ടായി. ഞാൻ കമ്പംമട്ടിന് പോകാൻ തക്കവണ്ണയായി. അന്നും കമ്പംമട്ടില് ഒരു ചെറിയ സഭയാണ്. അവിടെ നിന്ന് പ്രവർത്തിച്ചു. ദൈവം അവിടെ ആത്മാക്കളെ എഴുന്നേൽപ്പിച്ചു. അവിടെ ഏകദേശം 100 പേരുടെ അടുത്ത് വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം പ്രവർത്തിച്ചു, അനേകരെ സ്ഥാനപ്പെടുത്തുവാനിടയായി. അന്ന് വിശ്വാസത്തിൽ വന്ന അനേകർ ഈ കാലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ വന്നവരൊക്കെ അന്ന് ചെറുപ്പക്കാരായവരെല്ലാം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരാണ്. അപ്പോൾ ഈ വാഗമണ്ണിൽ തന്നെ ഒരു നല്ല കൂട്ടം ആളുകൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. അവിടെ ചീണ്ടുകാരിൽ നിന്ന് ഇറങ്ങി ഈ കട്ടപ്പനയിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാളുകളൊക്കെ പിൽക്കാലങ്ങളിൽ വേല ഇറങ്ങി. ഈ കമ്പംമട്ടിൽ നിന്ന് വന്ന ആളുകൾ അവിടുന്ന് ധാരാളം പേര്, ഏതാണ്ട് 10-25 പേരോളം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ കമ്പംമട്ടിൽ ഞാൻ 3-4 വർഷം ഇരുന്നു. ദൈവത്തെ വേലയെ അനുഗ്രഹിച്ചു. ഇങ്ങനെ മുമ്പോട്ട് പോകുകയാണ് പാസ്റ്റർ കെയ്മാർ സാറ് മരണപ്പെടുവാൻ തക്കവണ്ണയായി. മരണപ്പെടുന്ന സമയത്ത് മുണ്ടക്കയം മുതൽ മൂന്നാർ വരെയുള്ള ഇടുക്കി ജില്ല മൊത്തം ഈ പീരുമേട് സെന്റർ എന്നുള്ള നിലയിൽ ആദ്യകാലം അറിയപ്പെട്ടെങ്കിലും കെയ്മാർ സാറിന്റെ കാലത്ത്
എനിക്ക് തോന്നുന്നു 1979 കാലയളവില് അദ്ദേഹം ഇത് രണ്ടായിട്ട് വിഭജിച്ചു. കാരണം അവിടെ നിന്നൊക്കെ മാസവും കൂടാൻ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണ്, അവിടെ തന്നെ ഒരു മാസവും നടത്താം, ഈ ഭാഗങ്ങളിലുള്ളവർ ഇവിടെ നടത്തട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാറ് ഭാഗമായിട്ടും ഇവിടെ കട്ടപ്പന ഏരിയ ഭാഗമായിട്ടും ഇങ്ങനെ രണ്ടായിട്ടൊരു വിഭജനം 1979-80 കാലയളവിൽ ഉണ്ടാകുവാൻ തക്കവണ്ണയായി. ആ കാലത്താണ് ഇവിടെ ചില ദൈവദാസന്മാര് അവിടെ മൂന്നാർ ഭാഗത്ത് വരികയും അവരെല്ലാം അവിടെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇത് ഒരു കണക്ടറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധത്തിലാണ് പോകുന്നത്. കൺവെൻഷനൊക്കെ വരുമ്പോഴും മറ്റു പ്രത്യേക യോഗങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടുത്തെ പാസ്റ്റേഴ്സൊക്കെ അങ്ങോട്ട് പോവുകയും പ്രധാനപ്പെട്ട ഞാൻ പോകാറുണ്ട്, ഇങ്ങോട്ട് വരികയും ചെയ്യും. ഞാൻ ആദ്യകാലം മുതലായിരുന്നു ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആയിട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ ഔദ്യോഗിക സ്ഥാനം കൂടെ വഹിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ കൈമാർ സാറ് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകുമ്പോൾ ഇവിടുത്തെ സഭയുടെ കാര്യങ്ങൾക്കൊക്കെ മിക്കാറ് എന്നെയാണ് ഏൽപ്പിക്കാറ്. അപ്പൊ ഞാൻ സഭയുടെ ശുശ്രൂഷകളൊക്കെ നടത്തും. അത് സ്നാനം, കർത്തൃമേശ, അതുപോലെ ഓർഡിനേഷൻ ലഭിച്ചതിന് ശേഷം വിവാഹം, മരിച്ചടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭയ്ക്കകത്ത് വരുന്നതെല്ലാം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം. അത് ഏകദേശം ഈ ചെറുതായിരുന്ന കാലം മുതലേ ഞാനത് നടത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ 87 അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഈ കുമ്മളി അല്ലെങ്കിൽ കട്ടപ്പന ഭാഗത്തായിട്ട് 22 സഭകളും അങ്ങ് മൂന്നാർ സൈഡില് 10-15 സഭകളും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ 35 താഴെയുള്ള സഭകളാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കേരള പെർസ്പെക്റ്റീവിയുടെ തീരുമാനപ്രകാരം അന്ന് ഞങ്ങൾ കൊടുത്ത അപേക്ഷ പൊതുവെ എല്ലാവരും അത് അംഗീകരിക്കാൻ പല ചരിത്രങ്ങളുണ്ടെങ്കിലും അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോഴിവിടെ നേരത്തെ മുതൽ ഇവിടെ നിന്ന ദൈവദാസന്മാരെ പരിഗണിച്ച് ഈ ഭാഗം 4 സെന്ററായിട്ട് വിഭജിച്ചു. അപ്പൊ മുണ്ടക്കൈ ഏരിയയില് 8-10 സഭകളുണ്ട്, അവിടെ ഒരു സെന്ററായി. അതുപോലെ ഇവിടെ കുമളി ഭാഗത്ത് കുറച്ച് 10-12 സഭകളായി, അവിടെ ഒരു സെന്ററായിട്ട് രൂപം കൊടുത്തു. ഉപ്പുതറയും 10-12 സഭകളുണ്ട്, അത് രൂപം കൊടുത്തു. ഇവിടെ കട്ടപ്പനയ്ക്കും ഈ പ്രവൃത്തി കാലയളവിലായിട്ട് 10-12 സഭകൾ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 4 സെന്ററായിട്ട് ഇത് വിഭജിച്ചു. മറ്റേത് മൂന്നാറായിട്ടും അങ്ങനെ ഇവിടെ സെൻട്രൽ ശുശ്രൂഷകനായിട്ട് 1989 നിയമനം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ സെൻട്രൽ ശുശ്രൂഷകനായി വരുവാൻ തക്കവണ്ണയായത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പ്രവർത്തിച്ച സ്ഥലങ്ങളെല്ലാം ഈ ഏരിയയിലെല്ലാം ഉണ്ട്. അവിടെ ആത്മാക്കളുണ്ട്, അവിടെ നിന്നൊക്കെ ധാരാളം പേര് വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്, അവിടെയെല്ലാം സ്നാനം നടത്തിയിട്ടുണ്ട്. എന്റെ വേലയാൽ അനേകര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. പല നിലയിലുള്ള ശുശ്രൂഷകളെ ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം നൽകി. അവരെ നോക്കുമ്പോൾ അന്ന് നടത്തിയതായ പൊതുയോഗങ്ങളിലൊക്കെ അന്ന് ഇതുപോലെ ഈ കൺവെൻഷൻ പ്രാസംഗികരായിട്ട് പ്രത്യേകം ഇവിടെ വിളിക്കാനുള്ള ഒരു രീതിയൊന്നും അന്നില്ല. ഒരുപാട് യോഗം വെച്ചാൽ മിക്കവാറും കൺവെൻഷനിലേക്ക് പ്രസംഗിക്കുന്നത് ഞങ്ങൾക്കെയാണ്. ഏതായാലും അന്നൊക്കെ കൺവെൻഷൻ പ്രസംഗിച്ചാൽ ആത്മാക്കൾ സഭയിലോട്ട് വരുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഞങ്ങള് പാസ്റ്റർ KV വർക്കി, പാസ്റ്റർ ചാക്കോ, ഞാന് ഒക്കെയാണ് ഇവിടെ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ കാലത്ത്. അവിടെ ഒരു യോഗം വെക്കുമ്പോൾ ഞങ്ങളെയൊക്കെ പേര് വെക്കും. ഞങ്ങൾക്ക് ഇന്നത്തെ രീതിയൊന്നുമല്ല, അന്ന് യോഗങ്ങളൊക്കെ നടത്തുമായിരുന്നു. അവിടുന്നെല്ലാം വളരെ അനുഗ്രഹമായി നടത്തി ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ 89 കാലം മുതല് ഈ ഭാഗങ്ങള് കട്ടപ്പന ഏരിയയില് പ്രവർത്തിക്കുവാൻ ദൈവം കൃപ ചെയ്തു. പുതുതായി പല സ്ഥലങ്ങളിലും
വേറെ ആരംഭിക്കാനും സഭ സ്ഥാപിക്കുവാനും ഒക്കെ ഇടയായി. ആ കാലങ്ങളിലൊക്കെ ഇവിടെ സ്ഥാപിച്ച ഈ സഭകളൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നടന്ന് പോയി അവിടെ കഷ്ടപ്പെട്ട് ധ്യാനം സഹിച്ചൊക്കെയാണ് ആരംഭിച്ചത്. അവിടെ എല്ലാം ഇപ്പോൾ ദൈവാത്മാക്കളെ എഴുന്നേൽപ്പിച്ചു സഭകളായി തീരുവാനൊക്കെ ഇടയായി. സ്ഥലം വാങ്ങുവാനും ഒക്കെ ഇടയായി. ഈ സ്ഥലം വാങ്ങുന്നതൊക്കെ ഒരു നിലയിൽ പറഞ്ഞാൽ വിശ്വാസത്താലാണ് ഇതെല്ലാം നടക്കുന്നത്. എന്നാൽ ഒറ്റ വാക്ക് പറയാൻ പറ്റുള്ളൂ. ആരും IPC പ്രസ്ഥാനത്തിന് പൈസ തരിക എന്ന് പറയുന്ന ഒരു പാടുപോലെ ഇല്ലല്ലോ. അങ്ങനെയൊന്നുമല്ല. ദൈവം ഓരോ നിലയിൽ കൂടെ വഴികളെ തുറന്ന് നമ്മുടെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും നന്മകളെല്ലാം ഇവിടുത്തെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ അങ്ങനെ ഞാൻ പ്രവർത്തിച്ച് വരവെ എനിക്ക് വിദേശത്ത് പോകാനുണ്ടായ സൗകര്യങ്ങളും ദൈവത്തിനിടയ്ക്ക് നൽകി. 1964-65 ഞാൻ അഭിഷേകം പ്രാപിക്കുന്ന കാലത്ത് ദൈവാത്മാവിനോട് സംസാരിച്ചു. മറ്റ് ദേവദാസന്മാരോട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ അറിയപ്പെടാത്ത സ്ഥലത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവം എന്നെ അയക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ എങ്ങനെ സംഭവിക്കാനാണെന്ന് അന്ന് ഓർക്കുമായിരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ ദൈവം അത് നിറവേറ്റി. ഞാൻ ഗൾഫ് മേഖലയിലൊക്കെ പോകാനിടയായി. അമേരിക്കയിലെ പോകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. പിന്നെ UK പോകാൻ ദൈവം സഹായിച്ചു. അയർലൻഡിൽ പോകാൻ സാധിച്ചു. ഇങ്ങനെ പല രാജ്യങ്ങളും പോകാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലിടയ്ക്ക് ദൈവം പ്രവർത്തിച്ചു. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവം എന്നോട് അരുളി ചെയ്തത്, ദൈവം വാഗ്ദത്തം ചെയ്തതൊക്കെ എന്റെ ജീവിതത്തില് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് ആ കാലത്ത് തോന്നിയെങ്കിലും പിൽക്കാലങ്ങളിൽ അതൊക്കെ സംഭവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനത്തില് സഭകളൊക്കെ സ്ഥാപിച്ച് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൃപയാലാണ് ഇതെല്ലാം നടന്നത്. അതിന്റെ കഴിവുകൊണ്ടല്ല. ദൈവം കാലം കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന പറയാൻ പറ്റുകയുള്ളൂ. കഠിനമായ രോഗങ്ങളൊക്കെ ആയിരുന്ന കിടക്കയിലായിരുന്ന ആളുകളൊക്കെ, പ്രതീക്ഷയില്ലാഞ്ഞ ആളുകളൊക്കെ പ്രാർത്ഥിച്ച് അത്ഭുത സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലുള്ള വിശ്വാസത്തിന് കാരണമായതുപോലെ തന്നെ അങ്ങനെ വളരെ കഠിനമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയ അനേകര് സൗഖ്യമായി വിടുതൽ പ്രാപിച്ച് അത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആത്മീയ പാതയിലേക്ക് വരുവാനിടയായി. അങ്ങനെ ദൈവം വൻകാര്യങ്ങളെ ചെയ്തു. എന്റെ പേരിയാൽ രക്ഷിക്കപ്പെട്ടവരെ ഞാൻ സ്ഥാനപ്പെടുത്തിയവര്, അതുപോലെ ഞാന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതിന് ഉപവാസപ്രാർത്ഥന നടത്തി. ആ സമയത്ത് എന്റെ ശുശ്രൂഷയാല് അഭിഷേകം പ്രാപിച്ചവര്, കൃപാവരങ്ങൾ പ്രാപിച്ചവര് ഒക്കെയും ഇന്ന് സുവിശേഷ വഴിയിൽ നിൽക്കുന്ന അനേകരുണ്ട്. അനേകരെ അങ്ങനെ നേടുവാനുള്ള ഭാഗ്യമാണ് ദൈവം നൽകിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നും അതേ കാര്യം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിനിടയില് ആത്മീയമായ രംഗത്ത് ദൈവത്തെ വളരെ മറ്റുള്ളവർ അറിയത്തക്ക നിലയിൽ എന്നെ ഉയർത്തുവാൻ ഇടയായി. IPC കേരള സ്റ്റേറ്റിന്റെ കൗൺസിൽ മെമ്പറായിട്ട് പ്രസിഡന്റ് അംഗമായിട്ട് 25 വർഷത്തോളം നിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. അടുത്ത കാലത്ത് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ നിലവാരം അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാലങ്ങളിലൊക്കെ ദൈവം ആ നിലയിലും എന്നെ ശക്തീകരിച്ചു. ഇപ്പോഴും ഞാൻ കർത്താവിന്റെ മൊത്തമുള്ള വേല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഹന സൗകര്യങ്ങളൊക്കെ ഇപ്പൊ ധാരാളമായിട്ട് ഇവിടെ പട്ടണത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുണ്ട്. അത് തന്നെയല്ല, ആ കാലത്ത് ആദ്യം ഇറങ്ങിയ കാലത്ത് വാഹനം ഉണ്ടെങ്കിൽ പോലും അത് ഓടിക്കാൻ റോഡുണ്ടായിരുന്നു. എനിക്ക് വാഹനം ഇല്ലായിരുന്നു. അന്ന് ഒരു സൈക്കിൾ കിട്ടിയായിരുന്നു കൊള്ളാമെന്ന് വിചാരിച്ചൊരു സമയമുണ്ട്. അങ്ങനെ സൈക്കിള് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സ്കൂട്ടർ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് 4 വീലർ വണ്ടി വാങ്ങിച്ചു. ഇപ്പോഴ് യാത്ര ചെയ്യാൻ വാഹനമൊക്കെ ഉണ്ട്.
എല്ലാം ഇപ്പോൾ ദൈവം തന്നിരിക്കുകയാണ്. അന്ന് ആദ്യകാലത്ത് ഒരു വീടില്ലാഞ്ഞ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ദൈവം അത്ഭുതകരമായി ദൈവം നടത്തി. ഇപ്പോൾ നല്ല ഒരു വീട് ദൈവം നൽകി. എനിക്ക് മാത്രമല്ല, എൻ്റെ മക്കൾക്കും ദൈവം നൽകി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ എല്ലാ നിലയിലും ദൈവം അനുഗ്രഹിച്ചു. ഒരു കാര്യം പറയാനുള്ളത്, ഹൈറേഞ്ചിൽ ഇങ്ങനെ ഉപജീവനാർത്ഥമാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ കുറെ സ്ഥലങ്ങളൊക്കെ ഒന്ന് മുന്നോട്ടാകുവാൻ തക്കവണ്ണിടയായി. ആ കാലത്ത് പുല്ലുമേടായിരുന്നു. കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ആ കാലത്ത് ഈ കോണിയേരിയായി വന്യമൃഗങ്ങൾ കുറവായിരുന്നു. അവിടെ തെളിഞ്ഞ പ്രദേശമായിരുന്നു ആൾക്കാരുടെ ഭാഗങ്ങളൊക്കെ. മറ്റു സ്ഥലങ്ങളൊക്കെ ആനയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. എന്നാൽ അവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആ കൃഷി സ്ഥലങ്ങളൊക്കെ കിടച്ച് കൃഷിഭൂമിയാക്കി ഇങ്ങനെ ഒരു നിലയിൽ എന്റെ ചെറുപ്പത്തില് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ശരിയാക്കാൻ. പിന്നെ നിലങ്ങള് ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ നിലങ്ങളും നിലമാക്കാൻ വേണ്ടി വളരെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം കന്നുകാലികളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അപ്പം ആ നിലയിലൊക്കെ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക സൗകര്യങ്ങൾ വന്നു. എൻ്റെ ഫാദറിന്റെ ആ സമയത്ത് നേടിയ വസ്തുക്കളൊക്കെ കുറെ ഭാഗങ്ങളൊക്കെ എനിക്കും ലഭിക്കുവാൻ തക്കവണ്ണിടയായി. ചുരുക്കി പറഞ്ഞാല് ഞാൻ കൃഷി ചെയ്തും അധ്വാനിച്ചും കൊണ്ടാണ് ഈ സുവിശേഷ വേല ചെയ്തത്. ആ കാലത്ത് ഈ സഭയിൽ പ്രവർത്തിച്ചാൽ ചിലയിടത്തൊക്കെ ചെന്നാല് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താല് കൊള്ളാമെന്നുള്ള നിലയിലൂടെ ആളുകളൊക്കെ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അത് കിട്ടിയാൽ തന്നെ വരുമാനം വളരെ ചെറുതാണ്. നമുക്ക് യാത്ര ചെയ്തതിന് യാത്ര പോലും കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യകാലത്ത് പ്രവർത്തിച്ച സമയത്ത് ചില ദിവസം മാസങ്ങളിലേക്ക് സ്വതന്ത്രമായിട്ട് എടുത്തേ ഇല്ല. വീടിന് ചായക്ക് കൂടി എന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം ഇങ്ങനെ ഷെഡൊക്കെ ഉണ്ടായതിനു ശേഷമാണ് സ്വതന്ത്രമായിട്ടൊക്കെ എടുത്തപ്പോൾ തന്നെ 1-2 രൂപയൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമയത്തൊക്കെ ഞങ്ങളുടെ ശരീരം കൊണ്ട് അധ്വാനിച്ചും അവരുടെ വേല ചെയ്തും ഒക്കെയാണ്. അങ്ങനെ ശരീരം കൊണ്ട് ഞങ്ങളുടെ സ്വന്തം പറമ്പില് അധ്വാനിച്ച് കൃഷി ഉണ്ടാക്കി അതിന്റെ ഫലം കൊണ്ടും നന്മ കൊണ്ടും ഞങ്ങൾ ജീവിക്കുകയും ആത്മീയമായി മുമ്പോട്ട് വരുന്നവരെയൊക്കെ ആ നിലയിലൊക്കെ കൈത്താങ്ങ് ചെയ്യുകയും ചെയ്ത അനുഭവങ്ങളുണ്ട്. അതുപോലെയാണ് ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ദൈവം അത്ഭുതകരമായി അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. ദൈവം നടത്തി. ആ കാലത്തെല്ലാം സന്തോഷത്തോടെ ചെയ്തു. ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു വരുന്നതും സഭ രക്ഷിക്കപ്പെടുന്നതും ഒക്കെ വളരെ മാനസികമായ സന്തോഷം ഉളവാക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഏത് ത്യാഗം ചെയ്ത് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു. എന്നാൽ അതിനെല്ലാം ദൈവം പ്രതിഫലമായി ആ അവസ്ഥയ്ക്കെല്ലാം ദൈവം മാറ്റം വരുത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും അതേ രീതിയിൽ കൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ദൈവം നൽകുന്നതായ സൗകര്യങ്ങളൊക്കെ പ്രധാന നാമോഹത്തിനായി പ്രവർത്തിക്കാൻ തൊക്കെ എന്റെ ഫാമിലി സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ 21 വിവാഹിതനായെന്ന് പറഞ്ഞല്ലോ. കുമ്പനാട്ടുള്ള ഒരു അവിടെയുള്ള ഒരു കുടുംബത്തിനാണ് ഞാൻ വിവാഹം കഴിച്ചത്. അവരെ ഇവിടെ ഹൈറേഞ്ച് വരുവാൻ തൊക്കെ അങ്ങനെ തുടർന്ന് ഞങ്ങൾക്ക് 5 മക്കളാണുള്ളത്. അവര് മൂത്തവർ 2 പേരും ഇപ്പോൾ കർത്താവിന്റെ മഹത്വമുള്ള വേലയിലാണ്. മൂത്തയാൾക്ക് ഇപ്പോൾ 52 വയസ്സായി. രണ്ടാമത്തെ ആളിന് 50 വയസ്സായി. ഇങ്ങനെ അവർ 2 പേരും കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. പിന്നെ മൂന്നാമത് ഒരു മോളാണ്. അവിടെ മസ്കറ്റിലെ ജോലിയാണ്, നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത്. 25 വർഷത്തിൽ കൂടുതലായി. നാലാമത്തെ UK-യിലാണ്. അവര് കുടുംബമായിട്ട് അവിടെ പാർക്കുന്നു. ഏറെ മോൻ എൻ്റെ കൂടെ ഉണ്ട്. അവനിവിടെ റിസോർട്ടിൽ ജോലിയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ ചുമതലയുള്ളവരുണ്ട്. അപ്പോൾ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും.
ദൈവമെല്ലാം നിലയും അനുഗ്രഹിച്ചു എന്നോണം ഒരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് പറയാനുള്ളത്, ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നതാണ് ഒരു ഭാഗ്യമായത്. ദൈവത്തിന് അതിന് കാരണം ദൈവവചനം അത് ഉള്ളതുപോലെ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് സമുദായം വിട്ടു വന്നപ്പോൾ ഇതിനകത്താണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നതാണ് ഭാഗ്യമായിട്ട് കാണുന്നത്. ഞങ്ങളുടെ കുന്നങ്ങളിൽ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരൊക്കെ കങ്ങരയുണ്ട്, നാട്ടിലുണ്ട്, വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, വളരെ വലിയ പൊസിഷനൊക്കെ നിൽക്കുന്നവരുണ്ട്. എന്നാൽ അവരെക്കാൾ താഴ്ന്നു വരാതെ അവരെക്കാൾ ഉയർന്നു നിൽക്കുന്ന നിലയിൽ, അവരൊക്കെ ഞങ്ങളെ മാനിക്കത്തക്ക നിലയിൽ ദൈവം ഞങ്ങളെ ഉയർത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ വിശ്വാസം വരുന്ന കാലത്ത് എന്റെ അപ്പന്റെ ഭവനത്തിൽ വളരെ വിരളം ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വിശ്വാസത്തിൽ. ഇന്ന് എന്റെ പാപ്പന്മാര് പലരും വിശ്വാസത്തിലാണ്. അനേക പ്രിയപ്പെട്ടവർ ഇപ്പോൾ വിശ്വാസം നിൽക്കുന്നവരുണ്ട്. എന്റെ അമ്മയുടെ ഭവനത്തിൽ ധാരാളം പേര് വിശ്വാസത്തിലായി. അങ്ങനെ ഒരു വലിയ കൂട്ടം ആളുകൾ 2 ഫാമിലിയുമായിട്ട് ഇപ്പോൾ വിശ്വാസത്തിൽ വരുവാൻ തക്കവണ്ണോടെയായി. അപ്പോൾ ഈ സത്യവചനം അറിയുവാനിടയായത് ഭാഗ്യമായി. ഭൗതികമായ കാര്യങ്ങളുടെ ഉയർച്ച മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. നമുക്ക് നിത്യതയെ കുറിച്ചുള്ളതായ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിച്ച് ആത്മീയ പാതയിൽ വന്ന് ആത്മീയമായ പാതയിലൂടെ ജീവിച്ച് ദൈവത്തെ സേവിക്കുകയും ദൈവം അനുസരിച്ച് പോവുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് ഭാഗ്യമാണ്. അതിനേക്കാൾ പ്രധാനമായ കാര്യമാണ് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുക. നമ്മുടെ ഈ ശരീരം കൊണ്ട് നടക്കുകയോ അധ്വാനിക്കുകയോ പ്രവർത്തിക്കുകയോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ്. ഈ വേലയ്ക്കത്തോളം വന്നപ്പോഴ് ധാരാളം ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യകാലം മുതൽ അവരൊക്കെ ശുശ്രൂഷിപ്പാനിടയായി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ശരീരം കൊണ്ട് അധ്വാനിക്കുവാനിടയായി. ആദ്യകാലത്ത് സുവിശേഷ യോഗം നടത്തുമ്പോൾ പന്തുകിടുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ആദ്യകാലത്ത് ഹോൾ പണിയുമ്പോൾ അതിന് ശരീരം കൊണ്ട് അധ്വാനിക്കുന്നതൊക്കെ ഞങ്ങളാണ്. അതുപോലെ ചെറുതും വലുതുമായ അതിന്റെ ആവശ്യങ്ങളിലൊക്കെ ശരീര അധ്വാനങ്ങളൊക്കെ ചെയ്യുന്നു. സാമ്പത്തികമായി ചെലവാക്കാൻ വേണ്ടി അത് കയ്യിലുള്ള പോലെ ചെലവാക്കുകയാണ്. അതൊക്കെ ചെയ്തത് പിൽക്കാലങ്ങളിൽ അനുഗ്രഹമാക്കി ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് നമ്മൾ പാടുന്നത് പോലെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം എത്ര നല്ലവനാണ്. നല്ലവെന്ന് തിരിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്നത് ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണോടെയായി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലവിധമായ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ദൈവം അതിൽ നോക്കുകയും വിടുവിച്ചു. ഞാൻ 15 വർഷത്തിന് മുമ്പ് എനിക്ക് ഷോക്ക് ഉണ്ടായി. ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഇനിയും ഒരു ശബ്ദം എടുത്ത് സംസാരിക്കരുത്. ആൾക്കാരോടൊക്കെ പറഞ്ഞു ആളുകൾ സൂക്ഷിക്കണം. അപ്പൊ ആളുകൾക്ക് വന്ന് എന്നെ കണ്ട് മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മരണത്തോട് എത്തിയ സമയങ്ങളുണ്ട്. എന്നാൽ ദൈവം അത് നോക്കെ വിടുവിച്ചു. ചെറുപ്പത്തിൽ ചെയ്ത പോലെ തന്നെ ഇപ്പോഴും സഞ്ചരിപ്പാൻ യാത്ര ചെയ്യുവാനും ഒക്കെ പ്രസംഗിക്കാനും ഒക്കെ ദൈവം എനിക്ക് എപ്പോഴും കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന് ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ദൈവം അത്ഭുതമായി നടത്തി. ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കൾക്കും ഒക്കെയും ദൈവത്തിൽ നിന്നുള്ള വിടുതലും സൗഖ്യം ഇപ്പോഴും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ സേവിപ്പാനിടയായി. ഇതിലപ്പുറമായ ഒന്ന് ലോകത്ത് നമുക്ക് ഇല്ല എന്നും ഞാൻ പറയുകയാണ്. ഞാൻ കേൾക്കുന്ന എവരോടും എനിക്ക് പറയാനുള്ളത്, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആദ്യമായ പാതയിലേക്ക് വന്നിരിക്കുന്നവരെ പൂർണ്ണമായ ദൈവസ്ഥനിൽ സമർപ്പിച്ച് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ വേല എല്ലാവരും പാത്രന്മാരാകണമെന്നല്ല പറയുന്നത്. നമ്മൾ ആവോളം ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ, കൈത്താങ്ങൽ കൊടുക്കുന്നെങ്കിൽ, ശരീരം കൊണ്ട് അധ്വാനിക്കുന്നെങ്കിൽ, അതിനുവേണ്ടി പണം ചെലവാക്കുന്നെങ്കിൽ, അതിനുവേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നെങ്കിൽ നിത്യത വരെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇവിടെ തന്നെ ദൈവം ഒരു അനുഗ്രഹം നമുക്ക് നൽകും. മാത്രമല്ല നിത്യതയിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. ഇത്ര ഭാഗ്യകരമായ ഒരു അനുഭവമാണ്
വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം, പെന്തക്കോസ്ത് ജീവിതം എന്നുള്ളത് എന്റെ അനുഭവത്തിൽ എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. Okay, praise the Lord. Hallelujah. ഞാൻ എന്റെ സഹോദരങ്ങളൊക്കെ നാട്ടിലും ഇവിടെയൊക്കെ ഉള്ള പലരുണ്ട്, സമുദായത്തിൽ നിൽക്കുന്നവരുണ്ട്. ഞാൻ അവരുടെ മധ്യേ ചെന്നാൽ അവരെനിക്ക് പ്രത്യേകമായി എന്നെ ആദരിക്കും, പ്രത്യേകമായി എന്നെ പരിഗണിക്കും. സമുദായത്തിലൊക്കെ അച്ഛന്മാർ വന്ന് ശുശ്രൂഷയൊക്കെ സഹോദരങ്ങളൊക്കെ നടത്തുകയാണെങ്കിലും എനിക്ക് അവിടെ പ്രസംഗിക്കാൻ സമയം തരും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഞാൻ പറയാറുണ്ട്, എനിക്ക് ഭാഗ്യമായത് പെന്തക്കോസ്ത് വന്നതാണ്, എനിക്ക് ഭാഗ്യമായത് ഞാൻ കാണുന്നത് എന്ന്. അതിന് കാര്യം വിശദീകരണം പറയാം. ദൈവത്തിന് അനുസരിപ്പാനിടയായത് എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് അവരോട് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ലോകത്തോട് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, നല്ലൊരു സ്ഥാനത്താണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് എനിക്ക് മനോഹര ദേശത്ത് എഴുതിയിരിക്കുന്നു, മനോഹര അവകാശം കണ്ടിരിക്കുന്നു. ദൈവത്തെ സേവിക്കുവാനും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ആത്മീയ ശുശ്രൂഷ ചെയ്യുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവനാമത്തിലൂടെ പ്രവർത്തിക്കുവാനും നല്ലൊരു സ്ഥാനത്തേക്ക് നമ്മെ ആക്കിയിരിക്കുകയാണ്. അത് നമ്മൾ പിടിച്ചു നിന്നാല് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നാം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് നിത്യത നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ച് പ്രതിഫലമാകുവാനും കഴിയും. അങ്ങനെ കേൾക്കുന്ന എല്ലാവർക്കും കൃപയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമയം തന്നാൽ ദൈവദാസനോട് എന്നെ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യനായ സാറപ്പച്ചന്റെയും കെ അബ്രഹാം സാറിന്റെയും ഒക്കെ സമകാലികനായി ഹൈറേറ്റിന്റെ മേഖലകളിൽ ദീർഘവർഷം അധ്വാനിച്ച് ഇന്നും കർത്താവിന്റെ പേരിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനെയും കുടുംബത്തെയും ഇനിയും കുഞ്ഞുങ്ങളെയും ഒക്കെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അച്ഛാ, ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ കർത്താവിൽ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവിന്റെ സന്ധിയിലായിരിക്കാനും അടിയന്റെ സാക്ഷ്യം ലോകത്തോട് പറയുവാനും നല്ലതായ ഈ അവൽപ്പെട്ട അവസരത്തിനായ സ്തോത്രം. ഇതിനായ അവസരം ഒരുക്കിയതായ ദാസൻ ജോസി ഈ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ അനുഗ്രഹമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. തുടർന്നുള്ള സമയത്തും അവരുടെ ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ് അനുഗ്രഹമായ വഴിയുടെ പാതകളെ ദൈവം ഒരുക്കി മെച്ചപ്പെട്ട നിലയിലേക്ക് മുമ്പോട്ട് പോകാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ സാക്ഷ്യം ഇവിടെ ദേശത്തോടെ പറയുവാൻ തക്കവണ്ണം ഇടയായാലും അത് കേൾക്കാരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾവിക്കാര് പല നിലവാരമുള്ള ആളുകളാണ്. അവരുടെ ആത്മീയമായ നിലവാരത്തില് ഉയർച്ച പ്രാപിക്കുവാൻ, ശക്തി പ്രാപിപ്പാൻ, ഏറിയ നിർണയത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഓരോരുത്തർക്കും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ശാരീരികമായ ജീവിതമായ വിഷയങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കാണും. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ നിന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ആവശ്യങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, ബന്ധങ്ങളെ അഴിക്കുന്ന ദൈവമാണ്, ബന്ധങ്ങളെ നീക്കുന്ന ദൈവമാണ്. മനുഷ്യനെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തിയൊന്നും രോഗാത്മാവിൽ നിന്നും എന്നെ ഒഴിവിക്കുന്ന ദൈവം അവിടുന്ന് ആകെയാൽ സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും വ്യക്തികൾക്ക് പ്രയാസം അനുഭവിക്കുന്നതിൽ അവരുടെ ദൈവത്തിന്റെ കര നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ വിടുതൽ നൽകി സഹായിക്കണം. സാക്ഷ്യം എല്ലാവരുടെ ജീവിതത്തിൽ വിടുതലായി, സൗഖ്യമായി, അനുഗ്രഹമാക്കി അത് കർത്താവുമായുള്ള ബന്ധത്തിൽ ശക്തിയോടെ നിൽക്കുവാൻ കേൾവിക്കാർക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന മക്കളോട് കേൾക്കുമാറാകണം. ആമേൻ.